പട്ടുറുമാലിൽ പാടി അഭിനയിച്ച് പെർഫോം ചെയ്യുന്ന ആള് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പേരെ ആദ്യം മനസ്സിൽ വരത്തുള്ളൂ. ഷജീർ വരുന്നു പോരിഷ റൗണ്ടിലേക്ക്. ഷജീർ എല്ലാ പ്രാവശ്യത്തെയും പോലെ സ്റ്റേജ് തകർക്കാനായിട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ ഷജീർ ഇന്ന് ഒരിത്തിരി ലോ ആണ് അല്ലേ ഷജീറെ? ഷജീർ കുറച്ച് നേരമായിട്ട് അതോ ഇന്ന് മുഴുവനുണ്ടായിരുന്നോ? 2-3 ദിവസമായിട്ട് ചുമയും തൊണ്ടയ്ക്ക് വേദനയും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. പക്ഷെ സാരമില്ല, കോമ്പറ്റീഷൻ അല്ലേ, നമുക്ക് പെർഫോം ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യണം. ഇൻഷാ അല്ലാഹ്. ഓൾ ദി ബെസ്റ്റ്. പച്ചപ്പട്ടിലി പാസുകളിട്ടൊരു ഹൂറി കണക്ക് ചമഞ്ഞു നിൽക്കണ സുന്ദര നാടല്ലേ. പുഴയുടെ വെള്ളി കരഞ്ഞാൻ ചാർത്തിയ തീരം ഭംഗിയിൽ അങ്ങനെ തൊങ്ങല് തൂങ്ങിയ തെങ്ങുകൾ തിങ്ങി വിളങ്ങണ കേരള നാടല്ലേ. പാടം പച്ചപ്പട്ടിലി പാസുകളിട്ടൊരു ഹൂറി കണക്ക് ചമഞ്ഞു കിടക്കണ സുന്ദര നാടല്ലേ. പുഴയുടെ വെള്ളി കരഞ്ഞാൻ ചാർത്തിയ തീരം ഭംഗിയിൽ അങ്ങനെ തൊങ്ങല് തൂങ്ങിയ തെങ്ങുകൾ തിങ്ങി വിളങ്ങണ കേരള നാടല്ലേ. നാടല്ലേ ആണം പൂണ്ട് കുടുങ്ങി നടക്കണ പാലരുവി, നാടൻ കിസ്സ പറഞ്ഞു രസിക്കണ പൂങ്കുരുവി. നാണം കൊണ്ട് കുണുങ്ങി നടക്കണ പാലരുവി, നാടൻ കിസ്സ പറഞ്ഞു രസിക്കണ പൂങ്കുരുവി. നാലും ഒട്ടിമുറുക്കിയിരിക്കണ ചെങ്കതളി, നാലാൾ കാണാനായി കസബ് ധരിക്കണ പൊന്നരളി. സമ്പത്തി സീനത്ത്, സമ്പത്തി സീനത്ത്, സമ്പത്ത് സീനത്ത് മലയാളക്കര മണ്ണില് മറ്റൊരു ജന്നത്ത് ബർക്കത്ത് സീനത്ത് സീനത്ത്. പാടം പച്ചപ്പട്ടിലി പാസുകളിട്ടൊരു ഹൂറി കണക്ക് ചമഞ്ഞു കിടക്കണ സുന്ദര നാടല്ലേ. പുഴയുടെ വെള്ളി അരഞ്ഞാൻ ചാട്ടിയ തീരം ഭംഗിയിൽ അങ്ങനെ തൊങ്ങല് തൂങ്ങിയ തെങ്ങുകൾ തിങ്ങി വിളങ്ങണ കേരള നാടല്ലേ. നാടല്ലേ പൂവിൻ കളകാഞ്ചി, ഇതിന്നത്തറ് പിന്നെ കയ്യിൽ മൈലാഞ്ചി. ഓണം വന്നാൽ കൊന്ന പൂവിൻ കളകാഞ്ചി, ഇതിന്നത്തറ് പിന്നെ കയ്യിൽ മൈലാഞ്ചി. കൊന്ത ധരിക്കും ക്രിസ്മസ് രാവിൽ കനകാങ്കി, എന്തൊരു സുന്ദരി കുന്നല നാടി തിരുചീരാങ്കി. സമ്പത്തി സീനത്ത്, സമ്പത്തി സീനത്ത്, സമ്പത്ത് സീനത്ത് മലയാളക്കര മണ്ണില് മറ്റൊരു ജന്നത്ത് ബർക്കത്ത് സീനത്ത് സീനത്ത്. പാടം പച്ചപ്പട്ടിലി പാസുകളിട്ടൊരു ഹൂറി കണക്ക് ചമഞ്ഞു കിടക്കണ സുന്ദര നാടല്ലേ. പുഴയുടെ വെള്ളി അരഞ്ഞാൻ ചാർത്തിയ തീരം ഭംഗിയിൽ അങ്ങനെ തൊങ്ങല് തൂങ്ങിയ തെങ്ങുകൾ തിങ്ങി വിളങ്ങണ കേരള നാടല്ലേ. പാടം പച്ചപ്പട്ടിലി പാസുകളിട്ടൊരു ഹൂറി കണക്ക് ചമഞ്ഞു കിടക്കണ സുന്ദര നാടല്ലേ. പുഴയുടെ വെള്ളി കരഞ്ഞാൻ ചാട്ടിയ തീരം ഭംഗിയിൽ അങ്ങനെ തൊങ്ങല് തൂങ്ങിയ തെങ്ങുകൾ തിങ്ങി വിളങ്ങണ കേരള നാടല്ലേ. നാടല്ലേ ഷജീർ മനോഹരമായി പാടി. ഒരു പ്രശ്നമില്ലാന്ന് എനിക്ക് തോന്നി കേട്ടോ. ഇനിയും പ്രശ്നം വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. സിബില ചേച്ചി. ഷജീർ ചേച്ചി അസലായിട്ട് പാടി കേട്ടോ, വളരെ നന്നായിരുന്നു. പ്രത്യേകിച്ച് പോരിഷ റൗണ്ടല്ലേ, മലയാള നാടിനെക്കുറിച്ച് കേരള നാടിനെക്കുറിച്ച് മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ പാട്ടുകൾ. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾക്ക് അല്ലേ ഒരു പ്രത്യേക
സ്നേഹവും അല്ലേ ഒക്കെ നമ്മുടെ നാടിനോട് തോന്നുന്ന ഒരു പാട്ട്. വളരെ ഭംഗിയായിട്ട് മോനത് പാടി. ഈ പാട്ടിന് വേണ്ട ഉച്ചാരണം ഉണ്ടല്ലോ, പാടം പച്ചപ്പട്ടിൽ ബാസുകളിട്ട് അങ്ങനെ തന്നെ അത് അടിച്ചടിച്ച് അവൻ പാടി. ഇതൊരു പാട്ടിൻ്റെ ഒരു സാധാരണ വേറെ പാട്ടിൻ്റെ ഒരു മൂഡിലല്ല പാടേണ്ടത്. അങ്ങനെ ആ വേർഡ്സ് അങ്ങനെ ഉച്ചരിച്ച് തന്നെ പാടണം. അത് വളരെ കറക്റ്റായിട്ട് മോൻ പാടി കേട്ടോ. വളരെ നന്നായി പാടി. വേറെ ഒന്നും ഞാൻ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടില്ല. വളരെ മനോഹരമായി പാടി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അബൂബക്കർ മാഷ്, ഇനി എന്താ പറയണ്ടത്? വല്ലാത്ത മൂഡിലാണല്ലോ ഷജീർ. മനസ്സിലായി, ഗംഭീരമായിട്ട് പാടി. അതാണ് ചില സ്ക്രിപ്റ്റ്, ചില ട്യൂൺ പാടേണ്ട ചില രീതികൾ, മാതൃകകളൊക്കെ ഉണ്ട്. അത് ആരോട് ചോദിച്ചിട്ടാണെന്ന് അറിയില്ല, താനത് ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്തു. താങ്ക് യു. കീപ് ഇറ്റ് അപ്പ്. ഷബ്നത്ത. ഷജീർ, സുഖാണോ? ഹാപ്പിയാണോ? കുഴപ്പമില്ലെന്ന് പറയാതെ ഹാപ്പിയാണെന്ന് പറയൂ. അങ്ങനെയല്ലേ പാടിയത്. ഔട്ട്സ്റ്റാൻഡിങ്. അല്ല ഷജീർ, എന്താണ് ഈ അരുവി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് എറിയുന്നുണ്ട്? എന്ത് വരുന്നത്? കല്ലെറിഞ്ഞതാണോ അരുവിയിലോട്ട്? കണ്ടു നോക്കണേ, അരുവി ഇങ്ങനെ അത് കാണിച്ചതാണ്. പക്ഷെ കാണിച്ച വഴിക്ക് ആദ്യം എന്താണ് അരുവിന്ന് എന്തോ പറഞ്ഞപ്പോൾ ഇങ്ങനെ എറിഞ്ഞു. ഞാൻ വിചാരിച്ചേ കല്ലാണോ എറിഞ്ഞത്? നടക്കണ പാലരുവി, നാടൻ കിസ്സ പറഞ്ഞു രസിക്കണ പൂങ്കുരുവി. ഒരു വേർഡിന്റെ പോലും അർത്ഥം ഷജീർ കാണിക്കാണ്ടിരുന്നിട്ടില്ല. എല്ലാം കാണിച്ചു. അതെങ്ങനെയാണ് ഷജീർ? ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. കാര്യം നമ്മൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടേയിരിക്കും അത് പാടുന്ന സമയത്ത്. കാര്യം അവിടെ നമ്മൾ കാണുന്നത് ആ ഫുൾ ടോട്ടൽ ആ സോങ് നമ്മളുടെ ആ എന്താണ് പറയുക, നേച്ചറിനെ പറ്റി പറയുന്നതല്ലേ, പ്രകൃതിയുടെ ഭംഗി. അതെല്ലാം ഷജീർ അവിടെ നിന്ന് കാണിച്ചു തരുന്നുണ്ട്. ഒരു വൺ മാൻ ഷോ ലൈക്ക്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. സോങ് ഇനിയും പെർഫെക്റ്റ് ആക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഷബ്നത്തെ ഹാപ്പിയാണോ എന്ന് ചോദിച്ചപ്പം ഫുൾ കോൺഫിഡൻസോടുകൂടി ഹാപ്പി അല്ല ഹാപ്പിയാണ് എന്ന് പറയാതിരുന്നതിന് കാരണമുണ്ട്. ഷജീർ പറഞ്ഞു, ഷജീർ തന്നെ പറഞ്ഞു, ഷജീറിന് മതിയായില്ല. ഷജീർ പറഞ്ഞു ആക്ഷൻ മുഴുവൻ കാണിക്കാൻ പറ്റിയില്ല എന്നാണ് ഷജീർ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇത്രയും ഫാസ്റ്റായിട്ടുള്ള പാട്ടിന് കാണിക്കാൻ പറ്റുന്ന മാക്സിമം കാണിച്ചു, ഇതിൽ കൂടുതലൊന്നും പറ്റില്ല. ഷജീറെ, അടുത്ത പ്രാവശ്യം നമുക്ക് കൂടുതൽ കാണിക്കാം. അതിനു മുമ്പ് നമുക്ക് ഷജീറിന്റെ മാർക്സിലേക്ക് പോകാം. സിബില ചേച്ചി 28.5. അബൂബക്കർ മാഷ് 35.5 മാർക്ക്. ഷബ്നത്ത 28.5. ഷജീറിന്റെ ടോട്ടൽ മാർക്സ് 92.5 ഔട്ട് ഓഫ് 100. ഷജീർ ഈ ഷെഡ്യൂളിലെ 2 റൗണ്ട്സും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഷജീറെ, ഹാപ്പിയാണോ? കുറച്ചും കൂടെ കോൺഫിഡൻസോടുകൂടി ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി പിന്നെ കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. എനിവേസ്, ഓൾ ദി ബെസ്റ്റ്. ഹോപ്പ്ഫുള്ളി അടുത്ത ഷെഡ്യൂളിൽ നമ്മൾ കാണും ഇൻഷാല്ലാ.